Good morning. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നേരത്തെ അഫ്താബ് പറഞ്ഞ റൂൾസ് ഒക്കെ ദയവ് ചെയ്ത് പാലിക്കുക. ആൻഡ് താങ്ക് യു അഫ്താബ്. കാരണം സാധാരണഗതിയിൽ നമ്മളിങ്ങനെ വെബിനാർസോ ഓൺലൈൻ മീറ്റിംഗ്സോ നടക്കുമ്പോൾ ചില സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇനിഷ്യൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പീപ്പിൾ ഗെറ്റ് എ ലോട്ട് കൺഫ്യൂസ്ഡ്. അതുകൊണ്ട് കുറെ അബദ്ധങ്ങൾ ആളുകളുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കും. ആൻഡ് ഇറ്റ് ബിക്കംസ് ടോട്ടലി ഡിസ്റ്റർബ്. പക്ഷെ ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ആൻഡ് താങ്ക് യു ഫോർ ദ വാം വെൽക്കം കേട്ടോ. വളരെ നന്നായിട്ട് ഗീത മാം, താങ്ക് യു സോ മച്ച്. ആൻഡ് കോൺഫിഡന്റ് എല്ലാ ഭാരവാഹികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ ഒരു അവസരം തന്നതിന്. അപ്പോൾ അധികം സമയം കളയാതെ ലെറ്റ്സ് ഡയറക്ട്ലി ഗെറ്റ് ഓൺ ടു ദി സെഷൻ. ഞാനിപ്പോ വീഡിയോയിൽ കാണുന്നതിൽ അധികം പേരും പിന്നെ സ്റ്റുഡൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേ ആർ ഓൾ പാരന്റ്സ്. ബട്ട് ഐ ഹോപ്പ് വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നതിനകത്ത് കുറെ പേര് സ്റ്റുഡൻസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു ഇതില് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്, നമ്മൾ 10th കഴിഞ്ഞിട്ടും 12th കഴിഞ്ഞിട്ടും ഒക്കെ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ ഒക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്ത് തരത്തിലുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ കൃത്യമായി കടന്നു പോകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഈ കാര്യത്തിനാണ് ഞാൻ ബേസിക്കലി ഒരു ഫോക്കസ് കൊടുത്ത് സംസാരിക്കാൻ പോകുന്നത്. ആദ്യത്തെ 20 മിനിറ്റ് സമയം ഞാൻ നിങ്ങളോട് സംസാരിക്കും. ആ സമയത്തും ചാറ്റ് ബോക്സ് ഓപ്പൺ ആണ്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഒരു ചോദ്യവും എന്നോട് ചോദിക്കാൻ ശ്രമിക്കരുത്. ചാറ്റ് ബോക്സ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ദർ ഇസ് നോ മീഡിയേറ്റർ ഇൻ ബിറ്റ്വീൻ. ഞാൻ തന്നെ അത് നോക്കുന്നുണ്ട്. സോ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇടാം. പക്ഷെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തന്നു തുടങ്ങുന്നത് ആദ്യത്തെ 20 മിനിറ്റിന് ശേഷമായിരിക്കും. സോ first 20 minutes of talk and next 20 minutes wherein like I'm going to answer your questions. ഈ രീതിയിലാണ് ഇനിയുള്ള 40 മിനിറ്റ് സമയം മുമ്പോട്ട് പോകുന്നത്. സോ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ചാറ്റ് ബോക്സിൽ ഒന്ന് എസ് അടിച്ചേ നോക്കട്ടെ. കാരണം നമ്മളിപ്പോ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഉത്തരം പറയാൻ പറ്റും. പക്ഷെ അഫ്താബിന്റെ എസ് കിട്ടി. പക്ഷെ ബാക്കിയുള്ളവരോട് എല്ലാവരും ഉറക്കാന്നാ. യെസ് 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 വണ്ടർഫുൾ. അലീഷ, അജയ്ലാൽ, അൻസിൽ, മനു, നെക്സ, ഷിബു. ഓൾ റൈറ്റ്, സോ ഹിയർ വി ഗോ. ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഗിവ് മി എ മൊമെന്റ്. ഓക്കെ, നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കാണാൻ ഒരു സെക്കൻഡ്. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം, ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ദാറ്റ്സ് പെർഫെക്റ്റ്. ഓൾറൈറ്റ്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഞാൻ പറഞ്ഞതുപോലെ ദി പ്രോസസ് ഓഫ് ചൂസിങ് ദി റൈറ്റ് കരിയർ എന്നുള്ളതാണ്. സാധാരണ 6ാം ക്ലാസ്സിന് ശേഷവും 7ാം ക്ലാസ്സിന് ശേഷവും ആരും അത്ഭുതത്തോടു കൂടി നിന്നിട്ട് അടുത്തെന്ത് ചെയ്യും എന്നൊരു ചോദ്യം ചോദിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. കാരണം നമ്മളെല്ലാവരും വളരെ ക്ലിയർ ആണ്. 6th കഴിഞ്ഞാൽ 7th, 7th കഴിഞ്ഞാൽ 8th, ഇറ്റ് ഗോസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, റൈറ്റ്? പക്ഷെ 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേനും നമ്മുടെ മുമ്പിൽ വഴികൾ പലതായി തിരിയാണ്. ആൻഡ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ് വെർ വി ഗെറ്റ് കൺഫ്യൂസ്ഡ്. കാരണം ഇതുവരെ വന്ന ഒരു രീതിയിൽ നിന്ന് നമ്മൾ മാറുകയാണ്. We have to pick and choose certain subjects. കുറച്ചെണ്ണം ചൂസ് ചെയ്യണം, കുറച്ചെണ്ണം കളയണം. എന്തെടുക്കും, എന്തെടുക്കില്ല. ഇനി എന്തെടുക്കണമെന്ന് അപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാ വള്ളത്തിലും കാല് വയ്ക്കാൻ കണക്കാക്കിയിട്ട് സയൻസ് എടുക്കും. ദാറ്റ് ടു വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്സ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതി. ഇനി 12ാം ക്ലാസ് കഴിഞ്ഞാലും നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. ഇനി അടുത്താണ് എന്താണ് എടുക്കുക, ഏത് കോഴ്സാണ് നമ്മൾ ചൂസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ്. ഞാൻ കരിയർ ഗൈഡൻസിന്റെ സെഷൻസ് എടുക്കാൻ തുടങ്ങിയ സമയം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, അഥവാ പറയുന്ന ഒരു എക്സാമ്പിൾ ആണിത്. നിങ്ങൾ ഈ കോഴ്സ് എടുക്കുന്നതും ഒരു പഠനം നടന്നു പോകുന്നതും നിങ്ങളൊരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നതുമായി സങ്കല്പിക്കുക. ഒരു വഴിയിലൂടെ നിങ്ങൾ ഒരു ഒറ്റയടി പാതയിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഒരു കൺഫ്യൂഷനും ഇല്ല. കാരണം അപ്പുറത്തും വേറെ വഴിയില്ലല്ലോ. അപ്പൊ നമ്മൾ ഒറ്റ വഴി കൂടെ ഇങ്ങനെ പോവായിരുന്നു. ബട്ട് ഒരു പോയിന്റ് എത്തിയപ്പോൾ നമ്മുടെ മുന്നിൽ വഴികൾ പലതായി തരും. സോ അവിടെ നിന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ഇതിൽ ഏത് വഴിയാണെന്ന് പോവാം. നമുക്ക് ഒരു പിടുത്തം കിട്ടില്ല. അപ്പൊ ഓപ്പോസിറ്റ് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവരോട് നിങ്ങൾ ചോദിക്കുകയാണ്, സാറേ ഇതിൽ ഏത് വഴി എടുത്താലാണ് ശരിയാവുക? അപ്പൊ അവര് സ്വാഭാവികമായിട്ട് നിങ്ങളോട് ഒരു ചോദ്യം തിരികെ ചോദിക്കും. ആ ചോദ്യം ഇതാണ്, നിങ്ങൾ എവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പൊ നമ്മൾ പറയുന്ന ഉത്തരം ഇങ്ങനെയാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയൊന്നും ഇല്ല, ഏതെങ്കിലും ഒരു വഴി പറഞ്ഞു തന്നാൽ ആ വഴിയെ കൂടെ ഞാൻ പൊക്കോളാം. ഈ ഉത്തരമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അയാൾ നിങ്ങളോട് തിരിച്ചു പറയുന്ന ഉത്തരം അയാൾക്ക് ഏറ്റവും നന്ന് എന്ന് തോന്നുന്ന ഒരു വഴിയായിരിക്കും. കാരണം നിങ്ങളൊരു ഡെസ്റ്റിനേഷൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്? 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേനും എല്ലാരോടും പോയി ചോദിക്കും. മാമനോടും കുഞ്ഞമ്മയോടും കൊച്ചിച്ചനോടും വീടിനടുത്തുള്ള ആളോടും ഒക്കെ നിങ്ങൾ ചോദിക്കും ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിന് പകരം നിങ്ങൾ ശരിക്കും ചോദിക്കേണ്ടിയിരുന്നത് എങ്ങനെയാണ്? അങ്കിൾ, എനിക്ക് ഡോക്ടർ ആകാനാണ് ആഗ്രഹം. ഞാൻ 10ാം ക്ലാസ്സിന് ശേഷം ഏത് കോഴ്സ് എടുക്കണം, അതിനുശേഷം എന്ത് പഠിക്കണം, എത്ര വർഷമാകും? നിങ്ങൾ ആരോടാണോ ചോദ്യം ചോദിക്കുന്നത് അയാൾക്ക് വളരെ കൃത്യമായി നിങ്ങളോട് ഉത്തരം പറയാൻ പറ്റും. എനിക്ക് പ്രൊഫസർ ആകണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് എഞ്ചിനീയർ
ആകണം, എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു സയന്റിസ്റ്റ് ആകണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു പോലീസ് ഓഫീസർ ആകണം, എന്താ ചെയ്യേണ്ടത്? പകരം നമ്മൾ ചെയ്യുന്നത്, ആരോടെങ്കിലും നമ്മൾ ചോദിക്കുകയാണ്, എനിക്ക് പറ്റിയ കോഴ്സ് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു, ഇതെന്താണ് ഈ കവടി നിരത്തിയിട്ട് നമ്മൾ ജ്യോത്സ്യം വെക്കുന്നതാണോ പരിപാടി? അതല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ കഴിവ് എന്താണ് എന്ന് റെക്കഗ്നൈസ് ചെയ്ത് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് എന്ത് എന്ന് നമുക്ക് ചൂസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കരിയർ ചോയ്സ് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നമുക്ക് ഡെസ്റ്റിനേഷൻ ഏതൊക്കെ ഉണ്ട് എന്ന് അറിയില്ല എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് മുന്നിലുള്ള കരിയർ ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. കാരണം there are lot of courses and opportunities right in front of us. So right after grade 10 നമുക്ക് വരുന്ന ഫസ്റ്റ് പ്രോസസ് ഇസ് നത്തിങ് അതർ ദാൻ സ്ട്രീം സെലക്ഷൻ. സ്ട്രീം സെലക്ഷൻ വരുമ്പോൾ അടുത്ത് നമ്മൾ സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്നുള്ളത് ആ 11th 12th മാത്രം വെച്ചിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതൊരു ലോങ് ടേം ഗോൾ ആണ്, അല്ലെങ്കിൽ ഒരു ലോങ് ടേം വിഷൻ ആണ്. എനിക്ക് എന്തായി തീരാനാണ് ആഗ്രഹിക്കുന്നത്? സയൻസ് സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയത്തിലുള്ള കരിയർ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടി മാത്രമേ സയൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം 10ാം ക്ലാസ്സിന് ശേഷം തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു കുട്ടിക്ക് സയൻസ് എടുക്കേണ്ട എന്നാണ് താല്പര്യമെങ്കിൽ പിന്നെ എന്തിനാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നമ്മളോട് പഠിക്കുന്നത്? യു കെൻ ഈദർ ചൂസ് കോമേഴ്സ് ഓർ ഹ്യൂമാനിറ്റീസ്. അല്ലാതെ മാർക്ക് കൂടിയവൻ സയൻസ് എടുക്കണം, അതിൽ തൊട്ട് താഴെ മാർക്ക് കിട്ടുന്ന ആള് കോമേഴ്സ് എടുക്കണം, അതിലും മാർക്ക് കുറഞ്ഞ ആള് ഹ്യൂമാനിറ്റീസ്. കമോൺ, കാലം മാറി, അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. സോ സ്ട്രീം സെലക്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഡെഫിനറ്റ്ലി നിങ്ങളെ എന്ത് ഡെസ്റ്റിനേഷൻ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. ഞാൻ ഈ കാണിക്കുന്ന പിക്ചർ ഇത് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടെ, നോക്കട്ടെ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഈ കാണുന്ന പിക്ചർ ഏത് പിക്ചർ ആണ് എന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ്. അഫ്സൽ, അലീഷ, നെക്സ ഷിബു, അൻസിൽ അബ്ദുൽ ഗഫൂർ. വണ്ടർഫുൾ. ഇറ്റ്സ് ബാഹുബലി അല്ലേ? ആരും മറന്നിട്ടില്ല ബാഹുബലി. ബാഹുബലി 1 കണ്ട എല്ലാവർക്കും ഈ സംഭവം കൃത്യമായിട്ട് ഓർമ്മയുണ്ടാകും എന്നെനിക്ക് അറിയാം. ഇതിനകത്ത് ഇത് ബാഹുബലി 1 ഒരു സീനാണ്. ഒരു ദിവസം രാത്രി, അതായത് പിറ്റേന്ന് യുദ്ധം നടക്കാൻ പോവാണ്. നിങ്ങൾക്ക് സീനൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? മനുഷ്യന് വായിക്കൊള്ളാത്തൊരു ഭാഷയിൽ ഒരാൾ വന്ന് പിന്നെ സംസാരിച്ചിട്ട് യുദ്ധം ചെയ്തൊരു യുദ്ധം. ആ യുദ്ധത്തിന്റെ തലേന്ന് ബാഹുബലി ഇങ്ങനെ ഇരുന്നിട്ട് ഇവരെല്ലാം കൂടി ഫ്രണ്ടിൽ ഒരു മാപ്പ് ഒക്കെ വെച്ച് കണ്ടോ, കൃത്യമായി ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. ആ പ്ലാനിങ്ങിന് ശേഷം അന്ന് രാത്രി നമ്മൾ കണ്ട സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാ ടെന്റിലെയും തുണി അങ്ങ് വലിച്ചു. അന്നേരം സിനിമ കണ്ടിരുന്നവരെല്ലാം ആലോചിച്ചു, ഇത് എന്തിനാണ് അപ്പൊ ഈ ടെന്റിന്റെ തുണിയൊക്കെ വലിച്ചു വിടുന്നതെന്ന്. പക്ഷെ പിറ്റേ ദിവസത്തെ സീൻ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, തലേന്ന് രാത്രി ആ ടെന്നിന്റെ തുണി വലിച്ചൂരി അതുമേലെ തീ കൊളുത്തി വലിച്ചെറിഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ അത്രയധികം എനിമീസിനെ ഒറ്റയടിക്ക് കൊല്ലാൻ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. ഞാൻ വലിയ ബാഹുബലിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എനിമീസിനെ എങ്ങനെ കൊല്ലാം എന്ന് സിസ്റ്റമാറ്റിക് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ബാഹുബലിയുടെ കാര്യത്തിൽ അത് തീരുമാനമാവുമായിരുന്നു. ഇതുപോലെ തന്നെ നമ്മൾ എത്ര ധീരനാണ്, വീരനാണ്, നമ്മൾ ഭയങ്കര പട്ടിക്വിസ്റ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് കൃത്യമായ പ്ലാനിങ് ആണ് വേണ്ടത്. എന്തിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്? സോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പഠനത്തിനെയോ ജോലിയോ ഒരു യുദ്ധവുമായിട്ട് മാച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു യുദ്ധമല്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ തന്നു എന്നുള്ളതേ. തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ദിസ്. നിങ്ങളൊരു കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ആ കോഴ്സിന്റെ സിസ്റ്റമാറ്റിക് പ്ലാനിങ് എന്ന് പറയുന്നത് അതിനു മുൻപ് നിങ്ങൾ എഴുതേണ്ട എൻട്രൻസ് പരീക്ഷകളാണ്. ആ എൻട്രൻസ് പരീക്ഷ ഏതാണ് എന്ന് മനസ്സിലാക്കുകയും അതിനുള്ള സിലബസ് എന്താണെന്ന് മനസ്സിലാക്കുകയും ആ എക്സാമിന് വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുകയും ഫോക്കസ് ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്തില്ല എങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഇരുന്നിട്ട് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ എന്നാ പിന്നെ അപ്ലൈ ചെയ്യുവാന്നേ എന്ന് പറഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്താൽ ആ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ബിക്കോസ് യു ആർ കോമ്പീറ്റിംഗ് വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ. നമ്മൾ എന്ത് കോമ്പറ്റീഷനിലേക്കാണ് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെ നമ്മളൊരു കോമ്പറ്റീഷനിലേക്ക് എൻറ്റർ ചെയ്താൽ ഇറ്റ് വിൽ നോട്ട് ബി ഗുഡ്. അതാദ്യം എല്ലാവരും മനസ്സിലാക്കുക. ആൻഡ് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇതായി മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചുറ്റുമുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ സബ്ജക്ട് കോമ്പിനേഷനുകൾ, ടൈപ്പ് ഓഫ് ഡിഗ്രീസ്. എന്നെ കേൾക്കുന്ന കുറെ പേര് പാരന്റ്സ് ആണ്. അതുകൊണ്ട് ഞാൻ പറയുവാണ്, നമ്മളൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, നമ്മൾ പഠിക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ എന്റെ മൂത്ത മകൻ ഇപ്പോ 18 വയസ്സ് കഴിഞ്ഞു, അവൻ ജസ്റ്റ് 12th പാസ്സായി. സോ ഓൾമോസ്റ്റ് ദ സെയിം ഏജ്, റൈറ്റ്? നമ്മുടെയൊക്കെ ഒരു ജനറേഷനിൽ എന്ന് പറഞ്ഞാൽ ആകെ ഒരു ജനറൽ ഡിഗ്രിയും പ്രൊഫഷണൽ ഡിഗ്രിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഡിഗ്രീസിൽ തന്നെ പല ടൈപ്പ് വന്നു. ജനറൽ ഡിഗ്രി, പ്രൊഫഷണൽ ഡിഗ്രി, ഡുവൽ ഡിഗ്രി, ഇന്റഗ്രേറ്റഡ് ഡിഗ്രി, ഓണേഴ്സ് ഡിഗ്രി. ഇങ്ങനെ ഡിഗ്രി തന്നെ എത്ര ടൈപ്പ് ഉണ്ടെന്ന് നോക്കുക. ആ ഡിഗ്രിയാണ് ആദ്യം ഫിക്സ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ഇതിൽ ഏത് സബ്ജക്ട് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ
നമ്മുടെ മുന്നിൽ ഓപ്ഷൻസ് ഒരുപാടാകുമ്പോൾ നമ്മൾ കൺഫ്യൂസ് ആകാനുള്ള സാധ്യതയും കുറവാണ്. വീട്ടിൽ ചെന്നിട്ട് അലമാര തുറന്ന് നോക്കിക്കേ, ഡ്രസ്സ് ഒരുപാട് ഇരിപ്പുണ്ടായെങ്കിൽ രാവിലെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഇതിൽ ഏതാ എടുത്തിടുക എന്നുള്ളത്. ആകെ കുറച്ചുള്ളെങ്കിൽ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല, കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഏതാണ് ഇട്ടുകൊണ്ട് പോകണമെന്ന്. സാധനം കൂടുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കൂടുകയും ഓപ്ഷൻസ് കൂടുമ്പോഴത്തേനും സെയിം തിങ് ഹാപ്പൻസ് വിത്ത് കോഴ്സസ് ടു. ബിക്കോസ് ഇപ്പോ കുട്ടികളുടെ മുൻപിൽ ഓപ്ഷൻസ് വളരെ കൂടുതലാണ്. ആൻഡ് ഇന്റർനെറ്റും വളരെ ഇതായിട്ട് അവരുടെ മുന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ ചില സമയങ്ങളിൽ കുട്ടികൾ നമ്മളോട് ഫൈൻഡ് ചെയ്ത് കൊണ്ടുവരുന്ന കോഴ്സസ് റയറസ്റ്റ് ഓഫ് ദി റയർ കോഴ്സസ് ആയിരിക്കും. മനുഷ്യരാരും കേട്ടിട്ടില്ലാത്ത വളരെ വിചിത്രമായ പേരുകളുള്ള എന്തെങ്കിലും കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള കുട്ടികളുടെ ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലയാളികൾക്ക് പ്രത്യേകിച്ചുള്ള ഒരു സ്വഭാവമാണ്, നമ്മൾ നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ പോലും ലോകത്ത് മറ്റാരും ഇട്ടിട്ടില്ലാത്ത പേര് തപ്പിയിട്ടാ നമ്മൾ പോവാ. ബട്ട് സെയിം ലോജിക്ക് നിങ്ങൾ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഉപയോഗിക്കരുത്. ഇറ്റ് ഡസ് നോട്ട് വർക്ക് ലൈക്ക് ദാറ്റ്. It's not about selecting a rare course. It is about selecting a course which matches you. നിങ്ങളെ കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്ന നിങ്ങളുടെ പാഷനും സ്കിൽസിനും ആപ്റ്റിറ്റ്യൂഡിനും കറക്റ്റായി മാച്ച് ചെയ്യുന്ന ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നിടത്താണ് കാര്യം. So the first and foremost thing നമുക്ക് 10th കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്, we have 3 options in front of us, which is like science, commerce and humanities. ഇവിടെ നമ്മൾ അറ്റ്ലീസ്റ്റ് ബൈ 10th grade we should know about all the courses and opportunities which are in front of us. So that is the first process to be undergone. എന്താണ് നമ്മുടെ മുൻപിലുള്ള വിവിധ കോഴ്സുകളും അതിന്റെ ഓപ്പർച്യൂണിറ്റീസും. സാധാരണഗതിയിൽ സയൻസ് എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയുന്നത് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ, ഈ 2 സാധനങ്ങൾക്കാണ് നമ്മൾ സയൻസ് എടുക്കുന്നത് എന്നുള്ളതാണ് ജനറിക് തോട്ട്. വാട്ട് ഡു യു തിങ്ക്? ഇത് 2 മാത്രമാണോ സയൻസ് കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നത്? എന്തോരം ഓപ്ഷൻസ് ആണ് സയൻസിൽ നമ്മുടെ മുന്നിലുള്ളത്. നിങ്ങൾ പാരാമെഡിക്കൽ സെക്ടറോ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സെക്ടറോ അതല്ലാന്നുണ്ടെങ്കിൽ റിസർച്ചിന്റെ ഫീൽഡോ ഒക്കെ ചിന്തിച്ചാൽ തന്നെ, ഇപ്പോ ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റിലാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ, ഫിസിക്സ് എന്ന വിഷയമാണ് നമ്മുടെ താല്പര്യമെങ്കിൽ, അതിൽ മാത്രം തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് കോഴ്സസ് ഉണ്ട്. ആസ്ട്രോഫിസിക്സ് ഉണ്ട്, നാനോ ഫിസിക്സ് ഉണ്ട്, സോ മെനി തിങ്സ്. ബട്ട് ദീസ് ആർ നോട്ട് ദ കോഴ്സസ് വിച്ച് ഹാസ് ടു ബി ടേക്കൺ റൈറ്റ് ആഫ്റ്റർ ഗ്രേഡ് 12. 12ാം ക്ലാസ് കഴിഞ്ഞ് ഓടിപ്പോയിട്ട് BSc നാനോ ഫിസിക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ജോലി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദാറ്റ്സ് എ റോങ് തോട്ട്. ഓക്കെ, നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ സ്പെഷ്യലൈസേഷൻ ഷുഡ് ഓൾവേസ് ബി ഇൻ യുവർ പോസ്റ്റ് ഗ്രാജുവേഷൻ, നോട്ട് ഇൻ യുവർ അണ്ടർ ഗ്രാജുവേഷൻ ലെവൽ. അതാണ് മലയാളികൾ ചെയ്യുന്ന വേറൊരു വലിയ മിസ്റ്റേക്ക്. പക്ഷെ ഇപ്പൊ ഒരു കുട്ടി വളരെ ക്ലിയർ ആണ്, ആ കുട്ടിയുടെ കരിയർ പാത്തിൽ എക്സ്ട്രീംലി ക്ലിയർ ആണ്, ദാറ്റ് വാട്ട് ഐ വാണ്ട് ടു ഡു എന്നുള്ളതിൽ നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ ടു ഗോ അഹെഡ് വിത്ത് യുവർ സ്പെഷ്യലൈസേഷൻ റൈറ്റ് അറ്റ് അണ്ടർ ഗ്രാജുവേഷൻ. പക്ഷെ അതില്ല എന്നുണ്ടെങ്കിൽ അണ്ടർ ഗ്രാജുവേഷൻ ലെവലിൽ തന്നെ വളരെ കോർ ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ സബ്ജക്ട് കഴിയുന്നതും നിങ്ങൾ എടുക്കാതിരിക്കുക. സോ സയൻസ്, അതിന്റെ വേരിയസ് ഓപ്പർച്യൂണിറ്റീസ്. അഗൈൻ ഞാൻ ഓടി പോവാണെന്ന് എനിക്കറിയാം, ബിക്കോസ് normally my career guidance sessions go ahead for like എന്റെ ഒരു ചെറിയ സെഷൻ തന്നെ 3 മണിക്കൂറാണ്. ബട്ട് നൗ ഐ എം ലൈക്ക് cutting to 20 minutes. സോ നിങ്ങൾക്ക് അറിയാം എത്ര സ്പീഡിൽ ഞാൻ പോകണം, എന്തൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യണം എന്നുള്ളത്. ദാറ്റ്സ് ദ തിങ്. സോ കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോർമലി എവറിബഡി തിങ്സ് CA ആൻഡ് ACCA. ബട്ട് നോ, CA, ACCAയും BCom മാത്രമല്ല കൊമേഴ്സ് കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകൾ. കൊമേഴ്സിലെ എക്കണോമിക്സ് ഒക്കെ എടുത്ത് പഠിച്ച് മലയാളികളിൽ തന്നെ എത്ര പേരുണ്ട് എക്കണോമിക്സിൽ വളരെ ഉയർന്ന പൊസിഷനിൽ, അതും നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഉപദേഷ്ടാവ് എന്ന പൊസിഷൻ വരെ എത്തിപ്പെട്ട മലയാളികൾ പോലുമുണ്ട്. സോ എക്കണോമിക്സ് പോലുള്ള വിഷയങ്ങൾ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ആ വഴിയിൽ തിരിയാൻ പറ്റും. പക്ഷെ കോമേഴ്സ് എടുക്കുന്നവൻ ഒന്നുകിൽ BCom അല്ലെങ്കിൽ എല്ലാവരും CA ആകണം എന്നാ ഇപ്പൊ പറയാം. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എത്ര മാത്രം നമ്മൾ ഡീപ്പായി പഠിക്കണം CA പോലുള്ള ഒരു സബ്ജക്ട് ഒരു നിലയിൽ എത്തിപ്പെടാൻ, ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇതൊക്കെ മനസ്സിലാക്കാതെ ജസ്റ്റ് എല്ലാവരും കയറി സ്റ്റെപ്പ് ഇൻ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇതൊക്കെ. നമുക്കിത് പറ്റുന്നതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. എഗെയിൻ ഹ്യൂമാനിറ്റീസ്, എവറിബഡി തിങ്സ് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈതർ ലോ അല്ലെങ്കിൽ സിവിൽ സർവീസ്. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് കേട്ടോ. എല്ലാവരും സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. അപ്പോ ഇതൊക്കെ നമുക്ക് ഇതിനും ചുറ്റും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നും വെറും നമ്മൾ കോമൺലി കേൾക്കുന്ന 1-2 സാധനങ്ങൾ മാത്രമല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ്. സോ ദാറ്റ്സ് അബൌട്ട് കോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് ചുറ്റും ഐ വുഡ് സേ ലൈക്ക് നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോയ പോലെ നമുക്ക് ഒരു 10-200 കോഴ്സുകളെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അത്രയും കോഴ്സസ് നമുക്ക് ചുറ്റുമുണ്ട്, നമുക്ക് ചുറ്റുമുള്ള കോളേജുകളിലുണ്ട്. ബട്ട് യു ഷുഡ് നോ അബൌട്ട് ഓൾ ദീസ് തിങ്സ് ബിഫോർ യു സ്റ്റെപ്പ് ഇൻ. And second thing that you should know is നമ്മളൊരു കോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് അറിഞ്ഞു, നമ്മളൊരു കോഴ്സ് ഓക്കെ ഇത് പഠിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെയാണ് ആ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. വെൻ ഐ സേ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, നമ്മൾ എയിം ചെയ്യേണ്ടത് എപ്പോഴും ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് നമുക്ക് പറ്റിയില്ലെങ്കിൽ ഒരു ബെസ്റ്റിലെങ്കിലും നമുക്ക് ചെന്നെത്താം എന്നുള്ളതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. സോ വി ഷുഡ് നോ അബൌട്ട് ഓൾ ദ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ദാറ്റ് ആർ അറൗണ്ട് us. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ മലയാളികൾക്ക്
കേരളത്തിനകത്തുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് പോലും അതിയായ ധാരണയില്ല. അതൊരു ശരിക്കും ഒരു പ്രശ്നമാണ് കുട്ടികളിൽ ഞാൻ കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് അവരൊരിക്കലും നമുക്ക് ചുറ്റുമുള്ള ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല. പകരം പിള്ളേർക്ക് അറിയുന്നത് എന്താണ്, ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട അത്തരം ടൈപ്പ് സ്ഥാപനങ്ങൾ അവർ കേൾക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നോട്ട് അബൌട്ട് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. സി, നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇസ് ജസ്റ്റ് ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ്. ഞാൻ വേറെ ഒരു സാധനം, അതായത് ലോ പോലെ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് പോലുള്ള ഒരു കോഴ്സുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ് മാത്രം എടുത്താൽ ഇത്രയും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് ചുറ്റിലുമുണ്ട്. ഇതിനകത്ത് നമ്മളുടെ ഒരു കുട്ടി ഒരു എയറോസ്പേസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ തന്നെ ഇതിന് ഏറ്റവും പ്രശസ്തമായ സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ഒന്ന് പറഞ്ഞ ഏതാ സ്ഥാപനം? ആ സ്ഥാപനത്തിന്റെ പേരെന്താ? ചാറ്റ് പോരട്ടെ, ചാറ്റിൽ കാണട്ടെ. ആർക്കൊക്കെ അറിയാം ഏതാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത്? Somehow my chat is not getting opened. Okay, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ശരിയായിട്ടുള്ള ഉത്തരം തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ വന്നു. ഫൈൻ. നിധി, ഐസർ, കാസിം, IIT ട്രിവാൻഡ്രം, ബീന, ഐസർ, ഫൈൻ. ഓക്കെ, നോക്കൂ, ഈ ഐസർ എന്ന് പറയുന്നുണ്ടല്ലോ ട്രിവാൻഡ്രത്തുണ്ട്, പക്ഷെ ഐസർ ഇസ് എ പ്രീമിയം സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഐസർ അല്ല, അജയ്ലാൽ. വെരി ഗുഡ് അജയ്ലാൽ, റൈറ്റ് ആൻസർ. ഇറ്റ് ഇസ് IIST. ഓക്കെ, IIT ട്രിവാൻഡ്രത്തില്ല. കാസിം തിരിച്ച് എഴുതി അയച്ചിട്ടുണ്ട്. IIST എന്നാണ് ഉദ്ദേശിച്ചത്, ഒരു S അടിച്ചപ്പോഴത്തേനും മാറിപ്പോയതാണ് അല്ലെ? സാരില്ല. IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ടെക്നോളജി. സി, നമ്മുടെ ഇന്ത്യയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ അത് ഒരെണ്ണേ ഉള്ളൂ. അത് നമ്മുടെ കേരളത്തിലാണ്. അതും കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്താണുള്ളത്. നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് എന്ന്. ആൻഡ് ഡു യു ഈവൻ നോ ദാറ്റ് ഇതുപോലൊരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കയ്യിൽ നിന്ന് 5 പൈസ നിങ്ങൾ ചെലവാക്കേണ്ട കാര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ ഒരു കാര്യം ചെയ്യണം, മര്യാദക്ക് പഠിക്കണം. അല്ലാണ്ട് ഇവിടെ റെക്കമെൻഡേഷൻ വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതി വഴി പൈസ കൊടുത്തിട്ടോ ഒക്കെ കയറാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കണ കാര്യമില്ല. മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റുമോ, നല്ലോണം വർക്ക് ചെയ്യാൻ പറ്റുമോ, you can get into places like this. So think about it. At least know about these things. ഇനി പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എത്തിപ്പെടാവുന്ന എൻട്രൻസ് പരീക്ഷകൾ ഏതൊക്കെയാണ്. നിങ്ങൾ ഇപ്പോൾ ഈ സ്ലൈഡിൽ കാണുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ, I don't normally talk about private colleges because I'm not associated with any. ഞാൻ സംസാരിക്കാറുള്ളത് ഗവൺമെന്റ് കോളേജുകളെ കുറിച്ചും അല്ലെങ്കിൽ മെറിറ്റോറിയസ് ആയിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചുമാണ്. അത്തരം പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്തിപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഇത്രയും എൻട്രൻസ് പരീക്ഷകളുണ്ട്. ഇതിൽ ഒരെണ്ണം സിവിൽ സർവീസസ്, as you know, റൈറ്റ് ആഫ്റ്റർ ഗ്രാജുവേഷനെ പറ്റുള്ളൂ. ഇത് 11ാം ക്ലാസ്സിന് ശേഷം എഴുതാൻ പറ്റുന്ന പരീക്ഷ അല്ല. ഇനി സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാംസ് ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നടത്തുന്ന എൻട്രൻസ് എക്സാംസ് ഉണ്ട്. ബാക്കി നിങ്ങൾ കാണുന്ന ലോഗോകളെല്ലാം തന്നെ ഇന്ത്യയിലെ പ്രമുഖമായ പല സ്ഥാപനങ്ങളിലേക്കും എത്തിപ്പെടാൻ പറ്റുന്ന പല പല കോഴ്സുകളിലേക്കുള്ള എൻട്രൻസ് പരീക്ഷകളാണ്. ഓക്കെ, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാംസ് ആണ്. ടെൽ മീ, HSEE എന്തിനുള്ള എൻട്രൻസ് പരീക്ഷയാണ്? ആരെങ്കിലും പറഞ്ഞു നോക്കട്ടെ. HSEE എന്ന് പറയുന്നത് എന്തിനുള്ള എൻട്രൻസ് പരീക്ഷയാണ്? ഈ ചാറ്റ് ഇടയ്ക്കിടയ്ക്ക് എവിടെയാ പോകുന്നത്? ഓക്കെ, HSEE എവിടെ കയറാനുള്ള എൻട്രൻസ് പരീക്ഷയാന്ന് പറഞ്ഞേ? 12ാം ക്ലാസ്സിന് ശേഷം നമ്മൾ എഴുതുന്ന എവിടെ കയറാനുള്ള. മനു, വെരി ഗുഡ്, വണ്ടർഫുൾ. IITM, that's IIT Madras. Dina, right answer. It's for a program called Developmental Studies. IIT എന്ന് പറയുന്നത് സയൻസുകാർക്ക് മാത്രമേ ഉള്ളതല്ല. IIT-യിൽ നമുക്ക് ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും ഒക്കെ പഠിക്കാൻ പറ്റും, റൈറ്റ്? സോ അങ്ങനെ നമ്മൾ ഹ്യൂമാനിറ്റീസ് പഠിക്കാനായിട്ട് IIT പോവുകയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലുള്ളതാണിത്. IIT മദ്രാസിലെ പ്രോഗ്രാമാണ് MA Integrated Developmental Studies. Right after your grade 12, you can write an entrance examination called HSEE, which is Humanities and Social Science Entrance Examination. So ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് അറിയുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആപ്റ്റിറ്റ്യൂഡ് ഒന്നുകിൽ നമുക്ക് സ്വയം മനസ്സിലാക്കാം. ഇഫ് യു think deeply, probably we'll be able to understand. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ go and do an aptitude test. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. But if you're not able to identify yourself, get the help of an aptitude test to identify what exactly your aptitude is. അത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതും ഒരു പക്ഷേ ഇന്ത്യക്കാർക്ക് പരിചിതമല്ലാത്തതുമായ ഒരു വാക്കാണ് ജോബ് ഷാഡോയിങ് എന്ന് പറയുന്നത്. ജോബ് ഷാഡോയിങ് is all about shadowing a person who is in that profession. For example, നിങ്ങൾ നാളെ ഒരു
ഡോക്ടർ ആകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അറ്റ്ലീസ്റ്റ് 11ാം ക്ലാസ് 12ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു 3-4 മണിക്കൂർ സമയമെങ്കിലും ഒരു ഡോക്ടറിനോടൊപ്പം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ എത്ര ഞങ്ങളെ പോലുള്ള ഒരു കരിയർ എക്സ്പെർട്ടിനെ കണ്ടാലും ഞാൻ പറയുക, എന്നെക്കാളും ഒരു ഡോക്ടറിന്റെ പ്രൊഫഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുന്നത് ഒരു ഡോക്ടറിനാണ്. സോ ആഫ്റ്റർ ഐഡന്റിഫൈങ് ദ കോഴ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എവറിത്തിങ് ആസ് സച്ച്, റൈറ്റ്, നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ആ പ്രൊഫഷൻ ചെയ്യുന്ന ഒരാളെയാണ്. And that's where mentorship plays a key role. And unfortunately, we Indians don't know the importance of mentorship. ഞാനിപ്പോ ദുബായിൽ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മൾട്ടിനാഷണൽ കമ്മ്യൂണിറ്റി, മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ, മറ്റ് രാജ്യക്കാർ, അവരെല്ലാവരും 11th ആവുമ്പോഴത്തേനും they start thinking about job shadowing. They contact us, they ask like where they should go. But unfortunately, this concept is not there with Indians. ഈവൻ ഇതുപോലുള്ള വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്കിടയിൽ പോലും ഈ ഒരു കോൺസെപ്റ്റ് വിപുലമായിട്ടില്ല. ബട്ട് ആസ് എ കരിയർ എക്സ്പെർട്ട് ഐ എം ടെല്ലിങ് യു, 10-15 വർഷത്തെ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ജോബ് ഷാഡോയിങ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. സോ നിങ്ങളെ പോലുള്ള ഒരു മെന്റർ ഹബ് ഒക്കെ ഏറ്റവും പ്രധാനമായി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. പാരന്റ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒരു ശരിയായ മെന്ററിന്റെ കീഴിൽ ഒരു മെന്റർഷിപ്പ് കിട്ടേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. പല കുട്ടികളും എനിക്കൊരു ബിസിനസ്സുകാരനാകണം, ബിസിനസ്സുകാരിയാകണം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് ഹാവ് യു എവർ സാറ്റ് ഡൗൺ വിത്ത് എ ബിസിനസ് പേഴ്സൺ ടു അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ് ദാറ്റ് ദേ ഗോ അറൗണ്ട് ഇൻ എ ഡെയിലി ലൈഫ്? അവരെന്താണ് ഒരു ഡെയിലി ലൈഫിൽ ചെയ്യുന്നത്, അവരുടെ തോട്ട് പ്രോസസ് എന്താണ്, നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആ മനസ്സിലാക്കൽ തരുന്ന ഒരു പാഠമുണ്ടല്ലോ, അത് നിങ്ങൾ എത്ര വർഷം കോളേജിൽ പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് എ കീ തിങ്. സോ you should know about the career skills. BC and AC is nothing. BC is before corona and AC is after corona. Okay? കാലഘട്ടത്തിന് ഇനി നമ്മൾ അങ്ങനെ തിരികേണ്ടിയിരിക്കുന്നു. മറ്റേ ADയും BCയും ഒക്കെ പോയി. So now it is going to be like BC and AC. Whether it's like it was BC or ഇനി വരുന്ന AC ആയിക്കോട്ടെ, your soft skills is going to play a key role. അവിടെ നിങ്ങളുടെ communication skill, നിങ്ങളുടെ multitasking ability, നിങ്ങളുടെ data literacy. What is data literacy? നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ അറിയാം. നിങ്ങൾ എല്ലാവരും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഓടി കളിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് നാളെ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളോട് ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്ത് ഒരു റിസർച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞു. റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ PhD ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. തിങ്ക് ഓഫ് എനി പേഴ്സൺ ഹൂസ് ഡൂയിങ് എ ബിസിനസ്. ഇപ്പൊ എനിക്ക് ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അപ്പൊ നാളെ ഞാൻ അവരോട് പറയാണ്, ഓക്കെ, ഐ എം തിങ്കിങ് ഓഫ് ഡൂയിങ് സംതിങ് ലൈക്ക് ദിസ്, ഗോ ആൻഡ് ഗിവ് മീ എ റിസർച്ച് റിപ്പോർട്ട്. ആരൊക്കെയാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, മാർക്കറ്റിൽ അതിന്റെ റേറ്റ് എന്താണ്, കം ഓൺ ഗെറ്റ് മീ ദ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ my staff should be capable enough to do a research within, I would say, no time and come back to me with a report. And I need people like that. Okay, so adana data literacy importance. Now creativity and innovation, decision making, these are the key skills that are required. Okay, now നമ്മൾ എല്ലാവരും പറയുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓർ AI is going to be like very very important എന്നുള്ളത്, അല്ലെങ്കിൽ അതിലാണ് ഇനിയുള്ള കരിയർ സാധ്യത എന്നുള്ളത്. പക്ഷെ ഞാൻ പറയുന്നു, ഇനി നിങ്ങൾ നിങ്ങളുടെ മക്കളെ വാർത്തെടുക്കുമ്പോഴായാലും, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾ, എന്നെ കേൾക്കുന്ന നിങ്ങൾ കുട്ടികൾ ആയാലും ശരി തന്നെ, ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ ഒരു ആർട്ടിഫിഷ്യലി ഇന്റലിജന്റ് ആയ പ്രോഡക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്കിൽ സെറ്റിലേക്ക് നിങ്ങൾ വളർന്നു വരിക. ഓക്കെ, ആർട്ടിഫിഷ്യലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്കിൽ സെറ്റിലേക്ക്, ദാറ്റ്സ് എ ടെക്നിക്കൽ സ്കിൽ സെറ്റ്. ഓക്കെ, ആ ഒരു നോ ഹൗ, നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് ഒക്കെ വെച്ചിട്ട് ആ ഒരു നോ ഹൗ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ, ഓക്കെ, ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യലി ഇന്റലിജന്റ് പ്രൊഡക്റ്റിന് ചെയ്യാൻ പറ്റാത്ത കുറെ സ്കിൽസ് ഉണ്ട്. ആ സ്കിൽസിൽ സൂപ്പർ ആകുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. So that is the thing that you have to work out in the coming days. Fine, and always understand soft skills is very 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 important. നിങ്ങൾ കോളേജിൽ പഠിച്ചു, മലയാളികൾക്ക് എപ്പോഴും വരുന്ന പറ്റതാ. ഇവിടെയൊക്കെ ഇന്റർവ്യൂവിന് വരുന്ന ആൾക്കാർ, എത്രയോ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, MBAക്കും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ നല്ല മാർക്ക്, about 90% മാർക്കൊക്കെ വാങ്ങിയ ആൾക്കാർ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ എം നോട്ട് ഏബിൾ ടു ഹയർ ദം ഫോർ എനി പൊസിഷൻസ്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒരു ഇന്റർവ്യൂവിൽ വന്നപ്പോൾ ഇന്റർവ്യൂവർ നിങ്ങളോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം ടെൽ മീ സംതിങ് അബൌട്ട് യുവർ സെൽഫ് എന്നാണ്, നിങ്ങളെ പരിചയപ്പെടുത്താൻ. ചുരുക്കി പറഞ്ഞാൽ മലയാളത്തിൽ ഒരാളെ നിങ്ങളുടെ മുഖത്ത് നോക്കി താൻ ആരാ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ചിന്തിക്കും ഞാൻ ആരാ. And that's the biggest mistake that we do. We should know who we are and we should also know how to introduce ourselves to another person. ആകെ കിട്ടുന്ന 1-2 സമയത്തിനുള്ളിൽ വന്നിരിക്കുന്ന മറ്റു 100 പേരെക്കാളും നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി ഞാനാണ് എന്ന് എവിടെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നോ അവിടെയാണ് നിങ്ങളുടെ തൊഴിൽ സാധ്യത കിടക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. So my 20 minutes are over by now, and now we are open for the chat, the question and answer session. Please pour in your questions. നിങ്ങളുടെ questions നിങ്ങൾക്ക് ഷെയർ ചെയ്തു തുടങ്ങാം. Okay, all right. Sindhu Madhu, ma'am, how can we prepare for UPSC exams? Okay, all right. UPSC exams ആയിക്കോട്ടെ, PSC exams ആയിക്കോട്ടെ, ഈ എക്സാംസിന്റെ ഒക്കെ കീ സാധനം എന്ന് പറയുന്നത്
മേജർലി ഒരു 4-5 സിലബസ് ആണ് ഇതിലെല്ലാം ഉണ്ടാവുക. ഓക്കെ, കേരളത്തിന്റെ എക്സാംസ് എഴുതാൻ പോയാലും ഇനി യൂണിയൻ എക്സാംസ് എഴുതാൻ പോയാലും. ഫസ്റ്റ് തിങ് ഇസ് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ്. ഓക്കെ, ഈ ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്ന സാധനം ഇപ്പൊ ബാങ്ക് എക്സാംസ് ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, എല്ലാത്തിലും ഈ പറയുന്ന ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് വരും. ഈ ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് നിങ്ങൾ സാധാരണ മലയാളികൾ ചെയ്യുന്ന എന്താ, +2 കഴിയും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിക്കും, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കും, പിന്നെ ചിലപ്പോൾ സെറ്റ് എഴുതും, നെറ്റ് എഴുതും, ഇനി പെമ്പിള്ളേരാണെങ്കിൽ ചിലപ്പോൾ പെറ്റും കഴിയും. ഇത് കഴിയുമ്പോഴത്തേനും നമ്മൾ ചിന്തിക്കും ഇനി എന്താ നമ്മൾ ചെയ്യാന്നുള്ളത്. And that is the time then we think of all these exams. And I tell you, that's not the time. അപ്പോഴല്ല നിങ്ങൾ ഇത് ആലോചിക്കേണ്ടത്. നിങ്ങൾ ആലോചിക്കേണ്ടത് എപ്പോഴാണ്? 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണ്, എനിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു ജോലി നേടണം, എനിക്ക് കേരള സർക്കാരിൽ ഒരു ജോലി നേടണം, എനിക്ക് ബാങ്കിൽ വർക്ക് ചെയ്യണം. That is the aim of my life. Come on, then definitely നിങ്ങൾക്ക് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് ഉണ്ടായേ പറ്റുള്ളൂ. ഡിഗ്രി പഠിക്കുന്ന ആദ്യത്തെ വർഷം മുതൽ ജസ്റ്റ് ഒരു 3 പേജ് അല്ലെങ്കിൽ ഒരു 4 പേജ് ഓഫ് ഇയർ ബുക്ക്, ഏതെങ്കിലും ഒരു ഇയർ ബുക്ക് വാങ്ങിക്കുക, ഒരു 4-5 പേജ് അതിൽ വായിച്ചു പോകും ഓരോ ദിവസവും. ഈ 3 വർഷം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടാകുന്ന ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ടു റൈറ്റ് എനി എക്സാമിനേഷൻസ് ആഫ്റ്റർ യുവർ ഡിഗ്രി. അല്ലാതെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു കോച്ചിങ് സെന്ററിൽ കോച്ചിങ്ങിന് പോവല്ല വേണ്ടത്. ഈ ജനറൽ നോളജ് കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത് ജീം ബൂംബ എന്ന് പറയുമ്പോഴത്തേനും ഒരു ട്രെയിനറിന് നിങ്ങളുടെ തലയിൽ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. The next thing is your quantitative ability or your logical reasoning. സോ ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് പണ്ട് സ്കൂളിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാരും അതുപോലെ തന്നെ എന്റെ അപ്പൂപ്പനും ഒക്കെ ചോദിക്കുന്ന വളരെ ഇതായിട്ടുള്ള ചില കണക്കുകളുണ്ട്. അതായത് അവിടെ നിന്ന് ഒരാൾ വളരെ സിമ്പിൾ ആയിട്ട് അപ്പൂപ്പൻ എന്നെ സ്കൂളിൽ നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് ചോദിച്ച ചോദ്യങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു കടയുടെ മുന്നേ കൂടെ ഒക്കെ പോകുമ്പോഴത്തേനും പറയും, മണിയൻ മലക്കറിക്കടയിൽ മേടിച്ചത് 50 രൂപയ്ക്കാണ്, അത് കഴിഞ്ഞിട്ട് അയാൾ അപ്പുറത്ത് സുഗുനു ഈ സാധനം വിറ്റത് 70 രൂപയ്ക്കായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇയാൾ ഉണ്ടാക്കിയ ലാഭം എത്രയാണ്? ഇനി അയാൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് വേറൊരു എന്റെ പ്രായം കൂടുന്നതനുസരിച്ച് അപ്പൂപ്പൻ എന്നോട് ഇതിന്റെ പെർസെന്റേജിൽ ചോദിക്കാൻ തുടങ്ങി കണക്ക്. സോ ഐ ഹാഡ് ടു കാൽക്കുലേറ്റ് ഇറ്റ്. ആൻഡ് ഈ പറയുന്ന സാധനങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു കോമൺ സെൻസ് ആൻഡ് ലോജിക്കൽ റീസണിങ് ഉണ്ടല്ലോ, that was something which was superb. Okay, so I'm still thankful to him for that. സ്കൂളിൽ പഠിച്ച പിന്നെ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും കാൽക്കുലസും അല്ല, പക്ഷെ ഞാൻ നടന്നു പോയ സമയത്ത് ഇങ്ങനെ എന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ചില കണക്കുകൾ ഉണ്ടല്ലോ, ഇത് എന്റെ ബ്രെയിനിനെ ഷാർപ്പൻ ചെയ്തത് ഒരുപാടാണ്. So the parents who are listening to me right now, നിങ്ങൾ ലൈക്ക് കുട്ടികളോട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുക. സോ ദാറ്റ് നമ്മൾ സീരിയലിന്റെ കഥയും എന്റെ സിനിമയുടെ കഥയും ഒക്കെ പറയുന്ന സമയത്ത് ജസ്റ്റ് ഡെയിലി ഒരു കഥ ഇങ്ങനെ. ഓക്കെ, ഇതൊക്കെ അമ്മമാർക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നിങ്ങൾ പിന്നെ ആഫ്രിക്കയിൽ നിന്ന് ട്രേഡ് എക്സ്പോർട്ട് നടത്തിയപ്പോൾ ഇത്ര % ലാഭം ഉണ്ടായോ എന്നൊന്നും ചോദിക്കേണ്ട. നിങ്ങൾ വീട്ടിലിരിക്കുന്ന പടവലങ്ങി മണ്ടക്കി എടുക്കുക, എന്നിട്ട് അതിനെ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുക. That is enough. That's more than enough. That will actually like create a spark in children. So your quantitative aptitude and your logical reasoning. Then comes your English. Okay, ഇത് ബേസിക് ഇംഗ്ലീഷിലുമായി ബന്ധപ്പെട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും, അത് നിങ്ങൾ അറിയണം. പിന്നെ മാത്തമാറ്റിക്സ്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ പ്രിപ്പറേഷൻസ് വളരെ യങ് ഏജിലെ നിങ്ങൾ UPSC ഒക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ വളരെ യങ് ഏജിലെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതൊക്കെ പ്രോപ്പർലി ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫൈൻ. ഓൾറൈറ്റ്, പിന്നെന്താണ് റജി അജിത്, who can choose psychology studies? Okay, psychology എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും കൊമേഴ്സ് പഠിച്ചാലും ഇപ്പൊ നിങ്ങൾക്ക് സൈക്കോളജി പഠിക്കാൻ പറ്റും. ഓക്കെ, യു ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ എ സൈക്കോളജി പ്രോഗ്രാം. പക്ഷേ സൈക്കോളജിയിൽ ഇപ്പം സയൻസ് പഠിച്ച കുട്ടികൾ തന്നെ ഒരുപാട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്ക് വൈസ് നോക്കുമ്പോൾ അവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് കിട്ടുക, അല്ലെങ്കിൽ അവർക്കാണ് കൂടുതൽ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ള കുട്ടികൾക്കും പഠിക്കാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ യൂട്യൂബിനകത്ത് ഒരു സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ഇന്റർവ്യൂ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഗോ ടു യൂട്യൂബ് ആൻഡ് സെർച്ച് മൈ നെയിം, വിച്ച് ഇസ് ശ്രീവിദ്യ സന്തോഷ്. യു വിൽ ഫൈൻഡ് എ ലോട്ട് ഓഫ് വീഡിയോസ് wherein like I've explained about different courses. And I have a series called How to Become, wherein I talk with experts. Okay, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. സൈക്കോളജി എടുക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരിക്കലും ഒരാളും ഒരു സൈക്കോളജിസ്റ്റിനോട് വന്നിട്ട് എനിക്കിത് ഭയങ്കര സന്തോഷമാണ് എന്നെ ഒന്ന് കൗൺസിൽ ചെയ്യുമെന്ന് പറയാറില്ല. They all tell about sad and bad stories. So ഇത് കേൾക്കുമ്പോഴത്തേനും ഇതിനെ നിങ്ങളുടെ ഒരു പരിധി വരെ സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ല എങ്കിൽ നിങ്ങൾ അതെല്ലാം നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കും, എന്നിട്ട് അവസാനം നിങ്ങളെ കൗൺസിൽ ചെയ്യാൻ വേറൊരാളെ കൊണ്ടുവരേണ്ടി വരും. സോ അതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം സ്ട്രോങ് എനഫ് ആണ്, നിങ്ങളുടെ ഇമോഷണൽ സ്കിൽസ് എത്രമാത്രമാണ്. ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഹൈ ഇമോഷണൽ സ്കിൽസ് ഉണ്ടായിക്കൊള്ളൊന്നും ഇല്ല. അപ്പൊ അതൊക്കെ നിങ്ങൾക്കുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ സൈക്കോളജിയിലേക്ക് പോവാൻ. പിന്നെ ഓക്കെ, സൈക്കോളജിയെ കുറിച്ച് ഒരുപാട് പേര് മാം, we have plenty of questions in the chat box. ഞാൻ ഒരു കാര്യം ചെയ്യാം മാം, പല ക്വസ്റ്റ്യൻസ് ഇപ്പൊ വിട്ടു, ഞാൻ ഓരോന്നോരോന്നിട്ട് റീഡ് ഔട്ട് ചെയ്യാം മാം, അതിനനുസരിച്ച് ആൻസർ ചെയ്താൽ മതി. So the second question was, can you suggest few promising job opportunities in the computing platform by Alicia Jojo? Okay, അതായത് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമിലുള്ള
ജോബ്സ് പറഞ്ഞു കൊടുക്കാനാണ്. പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ജോബ്സ് ഉണ്ട് മോനെ, ഒത്തിരി സാധനങ്ങളുണ്ട്. അതായത് ഇപ്പം നമ്മൾ 12th കഴിഞ്ഞ് കോഴ്സസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BCA ഉണ്ട്, BSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, BTech ലെവൽ ഓഫ് കോഴ്സസ് ഉണ്ട്. ഇതിനകത്ത് ഒരു കമ്പ്യൂട്ടർ ഫീൽഡിനകത്ത് മാത്രം നമുക്ക് ഒന്നുകിൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സെക്ടറിലേക്ക് തിരിയാൻ പറ്റും. അപ്പം നമ്മൾ കോർ പ്രോഗ്രാമിംഗിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു, ഒരു സാധനത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അവിടെ ഒരു ബട്ടൺ കാണുന്നു, ക്ലിക്ക് നൗവിൽ നിൽക്കുമ്പോൾ വേറൊരിടത്തേക്ക് പോകുന്നു. ഇതെങ്ങനെയാണ് പോകുന്നത്? ദിസ് ഇസ് നോട്ട് മാജിക്. ദർ ഇസ് എ കോഡ് ഓർ എ പ്രോഗ്രാമിംഗ് ദാറ്റ്സ് വർക്കിംഗ് ബിഹൈൻഡ്, റൈറ്റ്? സോ അത്തരത്തിലുള്ള പ്രോഗ്രാമിംഗ് സെക്ടറിലേക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പ്രോഗ്രാമിംഗ് സെക്ടറിലേക്ക് തിരിയും. ഇനി വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വിൽ ബി ഓൺ ടു ദ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്. ഓക്കെ, സോ ആ നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ രീതിയിൽ പോകും. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ എല്ലാത്തിനും തന്നെ കമ്പ്യൂട്ടേഷണൽ സ്കിൽസ് അതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ ജോബ്സ് തേടി പോകും. സോ സ്പെസിഫിക്കലി കമ്പ്യൂട്ടർ എന്ന ഇൻഡസ്ട്രിയെ നിങ്ങൾ വൈഡൻഡ് ആയിട്ട് കാണില്ല. എന്റെ അഭിപ്രായത്തിൽ BSc കമ്പ്യൂട്ടർ സയൻസും BCAയും BTechും തമ്മിൽ ആകെ ഒരു വർഷത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. പുതിയ NEP ലെവൽ വരുന്നതോടുകൂടി എല്ലാം 4 വർഷത്തേക്ക് മാറപ്പെടും. പക്ഷെ ഇപ്പൊ ഒരു വർഷത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. സോ ഇഫ് യു കുഡ് ഡു, ഐ വുഡ് സജസ്റ്റ് യു ടു ഗോ ഫോർ എ BTech program because that will give you a professional degree rather than going for the other thing. പക്ഷെ ഇതിൽ എന്ത് പഠിച്ചാൽ at the end of the day പണിയെടുക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളത് മുഖ്യം ബിഗിലെ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം. വെറുതെ എവിടെന്നെങ്കിലും BTech പഠിച്ചിട്ട് വന്നിട്ട് കാര്യമില്ല. ഹാൻഡ്സ് ഓൺ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. താങ്ക് യു മാം. ഓഡിയൻസിനോട് ഒരു പ്രത്യേക അഭ്യർത്ഥന, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്നും ഹോൾഡ് ചെയ്യാൻ, നമുക്ക് ടൈം ഇല്ല. ഒരുപാട് ചോദ്യങ്ങൾ കിടക്കുന്നുണ്ട് മാമിനെ ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. ഇപ്പം അഫ്താബ് 1 by 1 വായിക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തീരില്ല. അത്യാവശ്യത്തിന് ക്വസ്റ്റ്യൻസ് ഉണ്ട് മാം. So, മാമിനെ പിക്ക് ചെയ്യണോ? Okay. Is being a YouTuber a good career choice? Alisha Jojo. എന്താണ് യൂട്യൂബർ ആകണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഡെഫിനറ്റ്ലി യൂട്യൂബർ ആകാം. യൂട്യൂബിൽ നിന്നും നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ചിലപ്പോൾ കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ബിൽ ഗേറ്റ്സ് പിന്നെ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു, മറ്റേ സച്ചിൻ ടെണ്ടുൽക്കർ പിന്നെ എന്താണ് കോളേജിൽ പഠിച്ചിട്ടാണോ ഇത് ചെയ്തത്, രജനീകാന്ത് ആദ്യം കണ്ടക്ടർ ആയിരുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അവരെല്ലാം ഹാർഡ് വർക്ക് ചെയ്തിട്ടായി ഈ നിലയിൽ എത്തിയത്. അല്ലാതെ ഇതെല്ലാം ഡയലോഗ് അടിച്ചിട്ട് ചുമ്മാ ഇരുന്നിട്ടല്ല എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കണം. സോ ഈ പറയുന്ന ആളുകളെ എല്ലാം നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തു, ആര് വേണോ എക്സാമ്പിൾ എടുത്തു, ഇറ്റ്സ് ഫൈൻ. ബട്ട് അവരുടെ ഇപ്പോഴുള്ള കോസി പൊസിഷന് ബിഹൈൻഡിൽ അവരുടെ ഒരു ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അവരുടെ ഒരു സ്മാർട്ട് വർക്ക് ഉണ്ടായിരുന്നു, ഒരു എഫിഷ്യന്റ് വർക്ക് ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാതെ അവരിപ്പം എത്തി നിൽക്കുന്ന പൊസിഷന്റെ ഗ്ലാമർ മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു കരിയറും ചൂസ് ചെയ്യാൻ നിൽക്കരുത്. യൂട്യൂബർ ആകുക എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു നല്ല സംഭവമാണ്. പക്ഷെ അത് നിങ്ങൾ ഇപ്പം കാണുന്ന പല യൂട്യൂബേഴ്സിന്റെ ലെവലിലേക്ക് എത്താനായിട്ട് ഇറ്റ് ടേക്സ് എ സ്വീറ്റ് ലിറ്റിൽ ടൈം. അപ്പൊ ആ ഒരു സമയത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. ആൻഡ് യൂട്യൂബർ ഒക്കെ ആകുന്നുവെങ്കിൽ എനിക്ക് പറയാനുള്ളത്, പ്ലീസ് സ്റ്റാർട്ട് ഏർലി. ഓക്കെ, എത്ര നേരത്തെ നിങ്ങൾക്ക് സാധിക്കുമോ അത്രയും നേരത്തെ നിങ്ങൾ തുടങ്ങുക. ആദ്യമൊക്കെ നിങ്ങൾ കാണിക്കുന്നത് മണ്ടത്തരായിരിക്കും, ബ്ലണ്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, പക്ഷെ യു വിൽ ലേൺ ഫ്രം ദെയർ. എന്റെ 2011-12 എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ട് മോട്ടിവേഷണൽ വീഡിയോസ് എടുത്ത് യൂട്യൂബിൽ ഇട്ട കക്ഷി ഞാനായിരുന്നു. ഓക്കെ, ഐ എം ടോക്കിംഗ് അബൌട്ട് തിങ്സ് ദാറ്റ് ഹാപ്പൻ 10 years back. അന്നുള്ള എന്റെ വീഡിയോസ് ഞാൻ ഇപ്പോഴും ഡിലീറ്റ് ചെയ്തിട്ടില്ല. കണ്ടാൽ എനിക്ക് തന്നെ ചിലപ്പോ അയ്യോ എന്ന് തോന്നാറുണ്ട്. പക്ഷെ അന്ന് ഞാൻ അത് അവിടെ ഇട്ട് പഠിച്ച കുറെ പാഠങ്ങളാണ് ഇന്ന് കാണുന്ന എന്നിലേക്ക് എനിക്ക് വളരാൻ സാധിച്ചത്. ഓക്കെ, സോ അതുപോലെ നമ്മൾ എല്ലാവരും ഉണ്ടാക്കും. നമ്മൾ ആരും ഇതെല്ലാം പഠിച്ചിട്ട് എന്താണ് മൂല കെട്ട് താഴെ ഇറങ്ങുന്നതാണ്. നമ്മൾ താഴെ നിന്ന് തന്നെ തുടങ്ങുന്നതാ. So we all make mistakes. So be ready to make mistakes and start off. Okay, അതാണ് ചെയ്യാനുള്ളത്. ഇനി മാം, what is your opinion on taking a triple main degree in English communication and journalism? Fine. So ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണ് ഡബിൾ മെയിൻ, ട്രിപ്പിൾ മെയിൻ എന്നുള്ളത്. ന്യൂ ജനറേഷൻ യൂണിവേഴ്സിറ്റീസ് ആണ്, അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് അധികം ഈ ട്രിപ്പിൾ മെയിൻ ഡിഗ്രീസ് ഒക്കെ കൊടുക്കാറുള്ളത്. സോ ഇംഗ്ലീഷും കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ഈ 3 വിഷയങ്ങൾ ഈ പറയുന്ന ദീനയ്ക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ആണ് എങ്കിൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ ടു ഗോ അഹെഡ് വിത്ത് ഇറ്റ്. കാരണം മാസ്റ്റേഴ്സ് എടുക്കുന്ന സമയത്ത് ഇഫ് യുവർ ഇൻട്രസ്റ്റ് ലൈസ് ഇൻ ഇംഗ്ലീഷ്, ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ പബ്ലിക് റിലേഷൻസോ അല്ലെങ്കിൽ കണ്ടന്റ് റൈറ്റിംഗോ അങ്ങനെയുള്ള എന്തെങ്കിലും കോഴ്സിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഫർദർ പോവാം. ഇനി ഈ ഡിഗ്രി പഠിച്ചു കഴിയുമ്പോൾ ജേർണലിസം എന്ന ഫീൽഡിലാണ് കോർ ഇൻട്രസ്റ്റ് വരുന്നതെങ്കിൽ യു ക്യാൻ ഡു എ PG ഇൻ ജേർണലിസം. സോ അതങ്ങനെയൊക്കെ ഡൈവേഴ്സ് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതകൾ നമുക്കുണ്ട്. പക്ഷെ ഈ 3 വിഷയങ്ങളിൽ കൃത്യമായിട്ട് താല്പര്യമുണ്ട് എങ്കിൽ മാത്രം ദീന പ്ലീസ് pursue. It's okay. Ini ma'am, how can we handle the logical reasoning questions without the help of a coaching center? Okay, good question. Raji Ajit. Okay, ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുട്ടിക്കാലം മുതൽ ഇതിലൊരു പ്രാക്ടീസും, നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ കൊസ്രാക്കുള്ളി ചോദ്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്കിൽ സെറ്റ് ഉണ്ടാവും.
അതിന് കുട്ടിക്കാലം മുതൽ ഇപ്പൊ ഇന്റർനെറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏജ് വൈസ് ഈ ഓരോ ക്വസ്റ്റ്യൻസും ക്രാക്ക് ചെയ്യാനുള്ള സെറ്റ് ഓഫ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സോ ആസ് പാരന്റ്സ്, ഇത് പാരന്റ് ആണോ കുട്ടിയാണോ എന്ന് എനിക്കറിയില്ല. ഇഫ് യു ആർ പാരന്റ്, പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യുവർ ചൈൽഡ് ഡസ് ദാറ്റ്. ഇനി ഇത് ചോദിച്ചിരിക്കുന്ന രാജി സ്വന്തം ഇതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഐ എം ഷുവർ ലൈക്ക് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ഏജിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇന്റർനെറ്റിന്റെ ഹെൽപ്പ് ഒന്ന് നിങ്ങൾക്ക് എടുക്കാം. രണ്ടാമത്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ തിങ്കിങ് എബിലിറ്റി വേറൊരു രീതിയിലേക്ക് പോകും. സോ അത് ആണ് എപ്പോഴും ഒരു കോച്ചിങ് സെന്റർ. ഐ എം റണ്ണിങ് എ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ദുബായ്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, സോ വി ഹാൻഡിൽ എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ what I make sure is when kids are young, ചെറിയ പ്രായം മുതൽ അവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടി നമ്മൾ അവർക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കണം. ചില ആൻസേഴ്സ് കൊടുത്തിട്ട് ഈ ആൻസർ വരുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു നമ്പർ ആയിരിക്കും ഞാൻ ചിലപ്പോൾ കൊടുക്കുന്നത്, 64 ആൻസർ വരണം. ഗോ ആൻഡ് ഫ്രെയിം എ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് എ പ്രോബ്ലം. ഓക്കെ, അത് ഒരു നമ്പർ ഇട്ടിട്ട് 24 + 32 അങ്ങനെ ആകരുത്. അത് ഒരു ഫ്രെയിംഡ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരിക്കണം. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. അപ്പൊ ഓരോരുത്തരും അവരവരുടെ പ്രായത്തിന്റെ ലെവലിനനുസരിച്ച് ആ ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്യും. ആ ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്യുമ്പോൾ അവരുടെ തോട്ട് പ്രോസസ് ഡിഫറെന്റ് ആയിരിക്കും. സോ രാജി, ലൈക്ക് ഇഫ് യു ക്യാൻ സ്റ്റാർട്ട് ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ്, ആ ലോജിക്കൽ തിങ്കിങ് എബിലിറ്റി ഒന്നും കൂടി ഡെവലപ്പ് ആവും. പിന്നെ വേറൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ ഡാൻ ബ്രൗണിന്റെ അല്ലെങ്കിൽ അമീഷ് ത്രിപതിയുടെ ഒക്കെ സൈഡ് ഓഫ് മിത്തോളജിക്കൽ ത്രില്ലർ ബുക്സ് ഉണ്ടല്ലോ. ഓക്കെ, നോട്ട് ജസ്റ്റ് ദീസ് ടു ഓതേഴ്സ്, ദെയർ ആർ എ ലോട്ട്. ഓക്കെ, അപ്പൊ ഇത്തരം ഓതേഴ്സിന്റെ പുസ്തകത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിലപ്പോൾ 45ാമത്തെ പേജിൽ പോകുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്, ഓ ഈ ഒരു സാധനത്തിൽ അത് എവിടെയോ മുമ്പ് എപ്പോഴോ കണക്റ്റഡ് ആയിരുന്നുണ്ടോ എന്ന്. അപ്പൊ ആദ്യം നമുക്ക് കണക്ഷൻ കിട്ടില്ല. വി ഗോ ബാക്ക് ടു ദ പേജ് ആൻഡ് ദെൻ വി റീഡ് അഗൈൻ. അത് ഈ മിത്തോളജിക്കൽ സാധനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പറ്റുന്നതാണ്. നമ്മളിങ്ങനെ തിരിച്ചു പോകേണ്ടി വരും. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ഓർമ്മയിൽ ഇങ്ങനെ വരും. ഓക്കെ, ആൻഡ് കണക്ട് ചെയ്യാനുള്ള നിങ്ങളുടെ എബിലിറ്റി കൂടും. അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. അത് ഓരോ ഏജിനും ഓരോ പുസ്തകമാണ്. ഇപ്പം ചെറിയൊരു കൊച്ചിന്റെ കയ്യിൽ അമീഷ് ത്രിപതിയുടെ പുസ്തകം എടുത്ത് കൊടുക്കരുത്, അല്ലെങ്കിൽ ഡാൻ ബ്രൗണിന്റെ പുസ്തകം എടുത്ത് കൊടുക്കലായിരുന്നു. അത് ഓരോ ഏജിനും ഓരോ ടൈപ്പാണ്. ആ തരത്തിലുള്ള പുസ്തകങ്ങളെ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ that will also like help you in getting things. Okay, Prashobha Raj, which are the rare jobs? How can we get? ഇത് തന്നെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞത്. മലയാളിയുടെ ഏറ്റവും വലിയ കുഴപ്പമാണ്, എന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം എന്നോടൊന്ന് ചോദിക്കും, മാം എന്റെ മോൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റാരും എടുക്കാത്ത വളരെ റെയർ ആയിട്ടുള്ള ഒരു കോഴ്സാണ്, നിങ്ങൾ എന്തായി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഓക്കെ, റെയർ ആയിട്ടുള്ള കോഴ്സ് പഠിച്ചാൽ റെയർ ആയിട്ടുള്ള ജോബ് കിട്ടുമെന്നല്ല വിചാരിക്കേണ്ടത്. ഫൈൻ, ഇറ്റ്സ് എ തിങ് ദാറ്റ് യു ഇവൻച്വലി ഗെറ്റ് ഇൻ. സോ ഡോണ്ട് തിങ്ക് ഓഫ് എ റെയർ തിങ്. റെയർ ആയിട്ടുള്ള ഒരു സാധനം, ഇപ്പോ മൈനിങ് വളരെ റെയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ മൈനിങ് നിങ്ങൾ പഠിച്ചിട്ട് വീടിന്റെ അപ്പുറത്ത് ജോലി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അത് വളരെ വളരെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ആണ്, അത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ്. ഫോറൻസിക് സയൻസ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, എല്ലാവർക്കും ഫോറൻസിക് സയൻസ് പഠിക്കണം. പെർഫ്യൂഷൻ ടെക്നോളജി വേറൊരു ട്രെൻഡാണ്. ബട്ട് ആർ യു തിങ്കിങ് എത്ര പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റിനെ നമ്മുടെ നാട്ടിൽ ആവശ്യമുണ്ട്? എത്ര ഫോറൻസിക് സയന്റിസ്റ്റുകൾ ആവശ്യമുണ്ട്? അവർക്ക് എവിടെയാണ് ജോലി സാധ്യതയുള്ളത്? ഒരു വർഷം എത്ര കുട്ടികൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നുണ്ട്? പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ എണ്ണവും ജോലി കൊടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളുടെ എണ്ണവും തമ്മിൽ എവിടെയെങ്കിലും മാച്ച് ആയില്ല എങ്കിൽ നിങ്ങൾ ഈ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? So understand about the courses and opportunities. If you are not able to understand all these things on your own, please make sure to meet a career expert who knows about all those things. Okay? You will be course-ന് വേണ്ടി minimum ഒരു ലക്ഷം രൂപയെങ്കിലും ചിലവാക്കില്ല. ഇന്നത്തെ കോഴ്സിലാണ് നിങ്ങൾ ചേരുക. വേറൊരു കരിയർ എക്സ്പേർട്ടിനെ മീറ്റ് ചെയ്യാൻ അതിന്റെ എത്രയോ കുറവ് പൈസ മതി. ആ പൈസ എന്തിനാ പിശിക്കുന്നത്? അതുകൊണ്ടല്ലേ നിങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം ഈ പറയുന്ന ബുദ്ധിമുട്ടിൽ പോയി പെടുന്നത്. സോ സീക്ക് ദ ഹെൽപ്പ് ഓഫ് എക്സ്പെർട്സ്. ഇഫ് യു കൻ നോട്ട് ഫൈൻഡ് സംതിങ് ഓൺ യുവർ ഓൺ, അതിനെ മടിക്കരുത്. ഓക്കെ, അവിടെയാണ് നിങ്ങൾ ഈ പ്രോബ്ലത്തിൽ ചെന്ന് പെടുന്നത്. അല്ലെങ്കിൽ ബി സ്മാർട്ട് ഇനഫ് ടു ഐഡന്റിഫൈ തിങ്സ് ഓൺ യുവർ ഓൺ. ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ല എങ്കിൽ യു വിൽ ബി ഇൻ ട്രബിൾ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നൗ ഓക്കെ യൂട്യൂബർ, is there any course for online teaching specialization? Sanya, ഇല്ല, അങ്ങനെ ഒരു കോഴ്സ് ഇല്ല കേട്ടോ. സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോഴ്സ് ഇല്ല. ബട്ട് there are like lot of people who takes classes like this, which ഇപ്പം നമ്മളെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എങ്ങനെയാണ് ഓൺലൈൻ ടീച്ചിങ് നന്നായിട്ട് ചെയ്യേണ്ടത്, അത് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ചെയ്യണം, എങ്ങനെ നിങ്ങൾ സംസാരിക്കണം, ഇതിനൊക്കെ നമ്മൾ സെഷൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത്തരം ഹെൽപ്പുകൾ നിങ്ങൾക്ക് എടുക്കാം. അല്ലാതെ ഒരു പെർട്ടിക്കുലർ BA BSc കോഴ്സ് അങ്ങനെ ഒരു സാധനമൊന്നും ഇതിനകത്ത് പറയാനില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എനിക്ക്. Could you please talk about your educational background and how you developed the career? എന്റെ ചരിത്രം ഭയങ്കര വിചിത്രമായ ഒരു ചരിത്രമാണ്. ഗ്രാജുവേഷൻ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ but my specialty is centered on college.
started working at the age of 18, and right at the age of 22, I became the assistant radio station. I was heading the FM radio station of Mathrubhumi, wherein I moved on to state government. I worked with the government for almost 2 years. And then I started my own company. I had definite dreams and goals in my life. ഈ പ്രായത്തിൽ ഇന്നത് ചെയ്യണം, ഇത്ര പ്രായത്തിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങണം, ഇത്രാമത്തെ പ്രായത്തിൽ സർക്കാരിനെ സേവിക്കണം, എല്ലാ തരത്തിലുള്ള ജോലികളും ചെയ്യണം, അത് കഴിഞ്ഞ് വേണം സ്വന്തമായി തുടങ്ങാൻ എന്നൊക്കെയുള്ള ചില വ്യക്തമായ ധാരണകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് വളരെ ചെറിയ കമ്പനികളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഞാൻ 18 വയസ്സിൽ തുടങ്ങിയത്. വളരെ സാധാരണ കമ്പനികളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ഐ വർക്ക് വിത്ത് കോർപ്പറേറ്റ്സ്, മൾട്ടിനാഷണൽ കമ്പനീസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സീനിയർ പൊസിഷൻസിൽ ഇരുന്നിട്ടുണ്ട്. ഐ വർക്ക് വിത്ത് ഗവൺമെന്റിലെ സീനിയർ പൊസിഷൻസിൽ ഇരുന്നിട്ടുണ്ട്. സോ ഇതെല്ലാം തന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഈ എല്ലാ സ്ഥലത്തു നിന്നും എടുത്ത എക്സ്പീരിയൻസ് ആണ് എന്റെ ഈ ബിസിനസ്. ഓക്കെ, സോ വാട്ട് എവർ ബിസിനസ് ഐ ഹാവ് സെറ്റ് ഇൻ ദിസ് പാർട്ട് ഓഫ് ദി വേൾഡ് comes from all the experiences that I have earned in my life. So what I feel is everybody, നിങ്ങൾ ആദ്യം നല്ല പ്രായത്തിലെ കുറച്ച് നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, നന്നായി അനുഭവങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഡോണ്ട് തിങ്ക് ദാറ്റ് ലൈക്ക് ഐ എം ഹാർവാർഡ്. പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാൻ ഹാർവാർഡിൽ പഠിച്ചു, ഓക്സ്ഫോർഡിൽ പഠിച്ചു, ഞാൻ അവിടെയൊക്കെ പഠിച്ചിട്ട് ഭയങ്കര സൂപ്പർ ആയതാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് പഠിച്ച ഒരു കുട്ടിയാണ്. അമ്മയുടെ ഒരു മകൾ. ഓക്കെ, വളരെ സാധാരണ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ബട്ട് ഡെഫിനറ്റ്ലി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ആൻഡ് ഈശ്വരാനുഗ്രഹം, അമ്മയുടെ പ്രാർത്ഥന, ഓക്കെ, അപ്പൂപ്പന്റെ അനുഗ്രഹം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ വരെ എത്തിയത്. ആൻഡ് ഡെഫിനറ്റ്ലി ലൈക്ക് നമ്മൾ മറ്റൊരാൾക്ക് നമ്മളൊരു സഹായം കൊടുക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകളിലും നമ്മൾ ഉണ്ടാവും. സോ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ആകുന്ന സമയത്ത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അപ്പൊ അത് ഫുൾ നമുക്ക് കിട്ടുന്നത് മൊത്തം ഒരാൾക്ക് കൊണ്ട് കൊടുക്കണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ബട്ട് വി ഷുഡ് ഓൾസോ ഹാവ് എ മൈൻഡ് സെറ്റ് ടു ഷെയർ വാട്ട് വി ഏൺ. ഓക്കെ, ഇങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് യു ക്യാൻ. ആൻഡ് എന്റെ മോട്ടിവേഷണൽ സ്പീക്കിംഗ് ഇസ് മൈ ലൈഫ്. ഓക്കെ, ഓൾറൈറ്റ്. സോ കരിയർ ഗൈഡൻസ് ഡെഫിനറ്റ്ലി ഒരു ചെറിയ പ്രായത്തിൽ ഒരു വലിയ പൊസിഷനിൽ എത്തുമ്പോൾ ആളുകൾ നമ്മളെ അടുത്ത് ചോദിച്ചു വരും, അല്ലെ, നിങ്ങൾ എങ്ങനെയാ അങ്ങനെയായത്, നിങ്ങളെപ്പോലെ ആവണം. ഫൈൻ. സോ സ്ലോലി ലൈക്ക് പാരന്റ്സ് യൂസ് ടു ബ്രിങ് കിഡ്സ് ടു മീ. അവിടെ നിന്ന് ഞാൻ വെഞ്ചർ ഔട്ട് ചെയ്താണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടത്. Okay, so thank you so much. My time is up. I don't want to take more time because ഇനിയും നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളുള്ളതാണ്. ഓൾറെഡി ഞാൻ 5 മിനിറ്റ് കൂടുതൽ എടുത്തു. അഫ്താബ്, I'm really sorry for that. Okay, so over to you for the next sessions, and I'm extremely thankful to all the people who have participated in the session. 55 ആളുകൾ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. So like thanks to each and every one of you. Be in touch. ലോകം ഈ പറയുന്ന പോലെ ഇന്റർനെറ്റാൽ കണക്റ്റഡ് ആയതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ടു ഗെറ്റ് കണക്റ്റഡ്. ഓക്കെ, സോ ഏത് സമയം വേണമെങ്കിലും ആരുമായിട്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. And Canford, thank you so much for giving an opportunity to interact with parents and students. Pleasure. Okay, and Jaya madam, Geeta madam, Aftab, sincere thank you to three of you. Thank you so much. Goodbye. താങ്ക് യു സോ മച്ച് ശ്രീവിദ്യ മാം. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഒരു പവർ പാക്ക് പെർഫോമൻസ് ആയിരുന്നു ഇവിടെ. എനിക്ക് തോന്നുന്നു ഇന്നിവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഓർത്താണ് ഞാനിപ്പോ ഇരിക്കുന്നത്. കാരണം പലർക്കും പല കാരണങ്ങളാൽ ഇന്നിവിടെ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ സെഷൻ. അവർക്കൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും മാമിന്റെ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയ വളരെ എനർജറ്റിക് ആയ ഒരു സെഷൻ കിട്ടാത്തത്. ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ചാറ്റ് ബോക്സിൽ. പലതും നമ്മുടെ സമയത്തിന്റെ ഒരു പരിമിതി മൂലം മാമിന് എല്ലാ ചോദ്യങ്ങളും ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ ഏവരോടും ക്ഷമ ചോദിക്കുന്നു. പക്ഷേ മാമിന്റെ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ചാറ്റ് ബോക്സ് ഇഫ് പോസിബിൾ, ഇഫ് പീപ്പിൾ ക്യാൻ കോൺടാക്ട്. ഞാൻ എന്റെ വെബ്സൈറ്റ് അഡ്രസ് ഇതിലേക്ക് ഇടുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺടാക്ട് ഫോമിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്നിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ വേറൊന്ന്, ഐ വിൽ പുട്ട് മൈ വാട്സ്ആപ്പ് നമ്പർ. പക്ഷെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്റെ വാട്സ്ആപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനല്ല, എന്റെ ഓഫീസാണ്. നിങ്ങൾ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ടത് എന്റെ ഒഫീഷ്യൽ ആയിട്ട് സെഷൻസ് ബുക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ സംശയങ്ങൾ ചോദിക്കാനായിട്ട് ജസ്റ്റ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് ഞാനുമായിട്ടൊരു സെഷൻ ബുക്ക് ചെയ്യണമെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ്. ഇനി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾവേസ് റീച്ച് മൈ യൂട്യൂബ്. ഓക്കെ, യൂട്യൂബില് എല്ലാ ആഴ്ചയും ഞാൻ Q&A സെഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഒരാഴ്ചയിൽ വരുന്ന കുറെ സംശയങ്ങൾ എടുത്തിട്ട് ഒരു 20 മിനിറ്റ്സ് നിൽക്കുന്ന ഒരു Q&A സെഷൻ ദാറ്റ് ഗോസ് എവറി വീക്ക്. ഓക്കെ, സോ അതിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവൻച്വലി അത് ഏതെങ്കിലും ഒരു Q&A സെഷനിൽ ഞാൻ ആൻസർ ചെയ്യും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് പിന്നെ ഇത് ചെയ്യാൻ പറ്റും. സോ അത് യൂട്യൂബിൽ എത്താനായിട്ട്
just like search for my name in YouTube. That's enough. Okay, Srividya Santosh എന്റെ ചാനലിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. അവിടെ നിന്ന് നിങ്ങൾക്ക് കമന്റ്സിൽ ചോദ്യങ്ങൾ ചോദിക്കാം. യൂട്യൂബിന്റെ കമന്റ്സ് മാത്രം ഞാനാണ് ഡയറക്ട്ലി നോക്കുക. അതിന് ഞാൻ ഓഫീസിൽ ആരെയും ഞാനത് തൊടാൻ സമ്മതിക്കാറില്ല. ഓക്കെ, ബട്ട് റെസ്റ്റ് എവറിഥിങ് എന്റെ ഈവൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇതൊന്നും ഞാനല്ല ഹാൻഡിൽ ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾ ബീൻ ഹാൻഡിൽ ബൈ ഓഫീസ്. Even a WhatsApp numberum ella. Okay, so if this is the way, like, you can get in touch with me. സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. I'm always ready and open to help you. ഈ പറയുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന്റെ ഒരു ഉദ്ദേശം തന്നെ അതായിരുന്നു, ഓഫ് ദാറ്റ് ലൈക്ക് പ്രോബബ്ലി ഒരു കരിയർ എക്സ്പെർട്ടിനെ ഒക്കെ ഡയറക്ട്ലി മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പിള്ളേരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പം എന്റെ മകനും നാട്ടിലാണ് പഠിച്ചത്, ഫൈൻ, 12th. അപ്പം കുട്ടിക്കാലം തൊട്ട് ലൈക്ക് എനിക്കറിയാം, ഞാൻ അവിടെ പോകുന്ന സമയത്ത് അവന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് ആന്റി അത് എന്താന്നൊക്കെ ചോദിക്കണം. സോ ലൈക്ക് പിള്ളേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. സോ ഡോണ്ട് എക്സ്പെക്ട് ദം ടു ബി ലൈക്ക് അസ്. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ വേറെ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഈ പറയുന്ന പോലെ ഭയങ്കര തിയറട്ടിക്കലായി നിന്നിട്ട് എനിക്കെല്ലാം അറിയാമെന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ nobody is gonna understand. So like we have to talk from their point of view, or അവരുടെ ഷൂസിൽ ഇറങ്ങി നിന്നിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. And that's what I'm trying to do. എത്രമാത്രം സക്സസ്ഫുൾ ആണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ that's what sincerely I'm trying to do.